സിറ്റി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സീ ഫുഡ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, കണവ. ഞങ്ങളവിടെ കണവ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ കൂന്തലെന്ന് പറയും, ഇംഗ്ലീഷിലാണെങ്കിൽ സ്ക്വിഡ് എന്നാണ് പറയുന്നതിന്. അപ്പോൾ സ്ക്വിഡ് വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു സ്ക്വിഡ് റോസ്റ്റ്, അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ്ട് നോക്കിയോ, ഇതാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുടംപുളി ഇട്ട് നമ്മളൊന്ന് ബോയിൽ ചെയ്ത് വെച്ച, കുടംപുളിയും മഞ്ഞൾപ്പൊടി ഇട്ട് ബോയിൽ ചെയ്ത് വെച്ച കണവ. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോകാം. ഞാനൊരു പാൻ വെച്ച്, പാൻ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. നമ്മളെ എല്ലാ ഡിഷിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നാടൻ ഡിഷ് ചെയ്യുമ്പോഴത്തേക്കൊന്ന് കടുക് പൊട്ടിച്ച് ചെയ്യാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചേക്കുന്നത് ഒരു 50 ഗ്രാം അതൊരു ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴട്ടി ആ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് കുക്ക് ചെയ്ത് തരുമ്പോഴത്തേക്ക് വേണം നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ. നിങ്ങൾ ഈ സ്ക്വിഡ് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മളെ കുടംപുളി ഇട്ട് നല്ല രീതിയിൽ ബോയിൽ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടോ, അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 2 പീസ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓണിയൻ അതിനകത്ത് കിടന്നിട്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓണിയൻ സോട്ടായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം, നമുക്ക് ഇനിയും ഉപ്പ് ആഡ് ചെയ്യാനുണ്ട്. ആ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, ഒരു വിഷയമില്ല. കറിവേപ്പില എത്രയും ചേർക്കുന്നോ അത്രയും നല്ല നമ്മുടെ ഡിഷിന് നല്ലൊരു മണവും ഒരു കാണാൻ ഒരു ഭംഗിയൊക്കെ വരും. അപ്പോൾ ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്നുണ്ട്, തക്കാളി. ചെറുതായിട്ട് തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മൾ ഓണിയൻ ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നത്. ഒരു 1.5 തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ആ തക്കാളിയുടെ ആ വെള്ളത്തിലും കൂടി കിടന്ന് ചെറുതായിട്ട് ഒന്ന് കുക്കായി വരും. തക്കാളി നല്ലോണം ഒന്ന് മൂത്ത് വരണം, അതുവരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം. പിന്നെ ഇപ്പോൾ ഏകദേശം നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കാകുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ശകലം ഒന്ന് ആവി കയറ്റി വേവിക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ശരിയായിട്ട് നല്ലപോലെ ഉടഞ്ഞ് ആ ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും നമ്മുടെ ഓണിയനകത്തൊക്കെ ഒന്ന് പിടിച്ച് നല്ല സെറ്റായി വരും. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായി വരികയും ചെയ്യും. ഇത് നിങ്ങൾക്കിപ്പോൾ കാണാം. നോക്കിയോ, നമ്മുടെ തക്കാളിയും ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിലേക്കൊരു 10 ഗ്രാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് പൊടികളൊക്കെ ഇനി ചേർത്ത് കൊടുക്കാം, അതിന് സമയമായിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ, ഞാനത് മുളക് പൊടിയാണ്, നമ്മൾ കശ്മീരി ചില്ലിയും നമ്മൾ എരിവുള്ള മുളകും കൂടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ കൂടി ചേർത്തിട്ട് നല്ല മസാല ഒന്ന് മൂത്ത് വരുന്നിടം വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ലൊരു ചുവപ്പ് കളറുണ്ട്. ആ ചുവപ്പ് കളർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി നല്ല ചുമന്ന കളറായിരുന്നു. പിന്നെ മുളക് പൊടി ചെന്നപ്പോഴത്തേക്ക് നല്ല മസാലയ്ക്ക് നല്ലൊരു ചുവപ്പ് കളർ കൊണ്ടുണ്ട്. ഇനി നമ്മൾ ഈ മസാല അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നതും വരെ ഒന്ന് നല്ല രീതിയിൽ സോട്ട് ചെയ്തെടുക്കണം. സോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്വിഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്ക്വിഡ് ക്ലീൻ ചെയ്യാനുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായി സാധനം കുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, നല്ല കുടംപുളിയൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. ഈ രീതിയിൽ തന്നെ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ വെള്ളം അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടി ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ട് നമ്മുടെ മസാലയിൽ നിന്ന്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ, ഒന്ന് കുക്ക് ചെയ്ത് നല്ല സെറ്റായി വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ കൂന്തൽ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചെറിയ തിളയൊക്കെ വന്നിട്ടുണ്ട്, അതിനകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്നുകൂടി ഒന്ന് നല്ല രീതിയിൽ ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കണവ ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കണവ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവനെ നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ ഒന്ന് പെരട്ടി എടുത്തതിന് ശേഷം ഒരു ശകലം വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ അവൻ്റെ ആ കൂന്തലിൻ്റെ മണമൊക്കെ നമ്മുടെ ഗ്രേവിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങും. നല്ല സൂപ്പർ മണമായിപ്പം.
ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ്, എരിവ്, പുളിയൊക്കെ ഇപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എന്നിട്ട് വേണം നമുക്ക് അടച്ചു വെച്ച് വേണം ഒന്നുകൂടി ഒന്ന് വേവിക്കണം. ഇനി നമുക്ക് ഇതൊക്കെ വേണ്ട ഒരു മെയിനായിട്ടുള്ള സാധനമാണ് നമ്മളെ ഉലുവാപ്പൊടി. ഇതൊരു പൊടിക്കൈയാണ്. ഇതിലേക്കൊരു ശകലം, ഒരു 10 ഗ്രാം പോലും വേണ്ട, കുറച്ച് ഉലുവാപ്പൊടി കൂടെ ഒന്ന് മേളിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഞാണ്ട് ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇവന്ന് ഇങ്ങനെ ഇരിക്കും. നമ്മളെ വെള്ളമൊക്കെ കൊണ്ട് വലിയൊരു ഡ്രൈ പരുവത്തിൽ ഒന്നുകൂടി അങ്ങോട്ട് ഇളക്കിയെടുത്തിട്ട് നമുക്കിനി മെയിനായിട്ടൊരു സാധനം ചേർക്കാനുണ്ട്. അവനാണ് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മൊത്തത്തിൽ കൂട്ടുന്നത്, ഈ റോസ്റ്റിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ തേങ്ങാപ്പാൽ, നമ്മുടെ തേങ്ങയുടെ 1-ാം പാല്, അതും കൂടി ചേർത്ത് ഇവനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നാണ്ടെ ഇത്രയും മതി, വളരെ കുറച്ച് മതി. ഒരു 30 ml നിങ്ങൾ നമ്മുടെ 1-ാം പാൽ കൊണ്ട് ഒഴിച്ചിട്ട് ഈ സാധനം കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എന്താ ടേസ്റ്റാണെന്ന് ഇതങ്ങോട്ട് വറ്റി വരും. ഈ തേങ്ങാപ്പാലൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് അതിന് ചെറിയൊരു മധുരം കൂടി വരും നമ്മുടെ കൂന്തലിന്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ മേളിലേക്ക് നമ്മളെ പച്ച വെളിച്ചെണ്ണ, കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊളി സാധനം കൂന്തൽ റെഡിയായി കഴിഞ്ഞു. ഈ സാധനം നമ്മളെ ചൂട് ചോറുമായിട്ടൊരു പിടി പിടിച്ചാണ്ടല്ലേ ഒരു 1.5 കിലോ അങ്ങ് പോകാത്തോട്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ ലൈക്കും കൂടി അടിച്ചേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.